ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് എങ്ങനെ ഫീഡിങ് പ്ലാൻ ചെയ്യാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ കുട്ടിക്ക് തൂക്കക്കുറവുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് എങ്ങനെ ഫീഡിങ് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ ഒരു കുട്ടിക്ക്, ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടിക്ക് എങ്ങനെ ഒരു ഫീഡിങ് ചാർട്ട് അല്ലെങ്കിൽ ഫീഡിങ് എങ്ങനെ പ്ലാൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എത്ര നേരം കുട്ടിക്ക് ഭക്ഷണം വേണം എന്നുള്ളതാണ്. കുട്ടിക്ക് ഒരു ദിവസം 3 മേജർ മീലും 2 മൈനർ മീലും വേണം. ഏതൊക്കെയാണ് മേജർ മീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഫുഡ് 3 നേരം, ഏകദേശം ഒരു രാവിലെ 8 മണി അല്ലെങ്കിൽ 9 മണി, പിന്നെ ഉച്ചക്ക് ഒരു ഫുഡ്, രാത്രി ഒരു ഫുഡ്. ഇനി സ്നാക്സ് എപ്പോഴാണ് കൊടുക്കുക? 11 മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാവിലെ ഉച്ചക്ക് ഇടക്ക് ഒരു മീൽസ്, ഒരു സ്നാക്സ്, ഈവനിങ് ഒരു സ്നാക്സ്. അത്രയും മനസ്സിലായല്ലോ. ഇനിയാണ് എന്ത് കൊടുക്കാം എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾക്ക് തന്നെ ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് നിങ്ങൾ എന്ത് അറിഞ്ഞിരിക്കണം? ഏതെല്ലാമാണ് ഒരു കുട്ടിയുടെ ഡയറ്റിൽ ഉണ്ടായിരിക്കേണ്ട ഫുഡ് എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിന് നമുക്ക് കുഞ്ഞുങ്ങളുടെ ഫീഡിങ്ങിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട 7 കാറ്റഗറി ഓഫ് ഫുഡ്സ് ഉണ്ട്. ഈ 7 കാറ്റഗറി ഓഫ് ഫുഡ്സിൽ ഏറ്റവും ചുരുങ്ങിയത് 4 കാറ്റഗറി ഓഫ് ഫുഡ്സ് എങ്കിലും ദിവസം ഒരു കുട്ടിയുടെ പ്ലേറ്റിൽ ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? ഇത് നമുക്ക് നോക്കാം ഏതാണ് ആ 7 കാറ്റഗറി ഓഫ് ഫുഡ്സ് എന്നുള്ളത്, അല്ലേ? അപ്പം ഇതിന്റെ ഒരു പടം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. കാരണം ഇതിൽ 7 കാറ്റഗറി ഓഫ് ഫുഡ്സ് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് കാറ്റഗറി ആണ് ഗ്രെയിൻ, നമ്മുടെ ചോറ്, അരി, ഗോതമ്പ്, അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ. രണ്ടാമത്തെ കാറ്റഗറിയാണ് പയറ് വർഗ്ഗങ്ങളും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ രണ്ടാമത്തെ കാറ്റഗറിയിലാണ്. മൂന്നാമത്തെ കാറ്റഗറിയാണ് വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും. നാലാമത്തെ കാറ്റഗറിയാണ് മറ്റു ഫ്രൂട്ട്സും വെജിറ്റബിൾസും. അഞ്ചാമത്തെ കാറ്റഗറിയാണ് പാല് അല്ലെങ്കിൽ പാലിന്റെ മറ്റു ഉൽപ്പന്നങ്ങൾ. ആറാമത്തേതാണ് മുട്ട. ഏഴാമത്തത് മാംസം. ഇതില് നമുക്ക് ഈ പറഞ്ഞ 7 കാര്യങ്ങളിൽ 4 ഗ്രൂപ്പ് ഓഫ് ഫുഡ് ഡെയിലി കുട്ടിയുടെ 24 മണിക്കൂറിലെ ഡയറ്റിൽ ഉണ്ടാവാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ ആ 4 ഉണ്ടാവുന്ന നമ്മൾ വിളിക്കുന്ന പേരാണ് മിനിമം ഡയറ്ററി ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പം അത് ഉണ്ടാവാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അതിൽ 1-2 കാര്യങ്ങൾ പറയാനുള്ളത്, മാംസം. നിങ്ങളുടെ കൾച്ചറലി നിങ്ങളൊരു നോൺ വെജിറ്റേറിയൻ ഫാമിലി പെട്ട ആളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും കുട്ടികളെ കൊണ്ട് മാംസം കഴിപ്പിക്കണം, മത്സ്യം കഴിപ്പിക്കണം. കാരണം കുട്ടിയുടെ തലച്ചോറിന് ആവശ്യമുള്ള DHA, അയൺ, ഇത് രണ്ടും കിട്ടുന്നത് ഈ ഗ്രൂപ്പ് ഓഫ് ഫുഡ് നിന്നാണ്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ഡയറി പ്രൊഡക്ട്സ്. പാല് നിങ്ങളെ കുട്ടിക്ക് നിർബന്ധമായിട്ട് കൊടുക്കാൻ ശ്രമിക്കണം. അത് നിർബന്ധമുള്ള ഫുഡ് എന്നല്ല, പക്ഷെ കൊടുക്കാൻ ശ്രമിക്കണം. കാരണം കാൽസ്യം, വൈറ്റമിൻ്റെ പ്രധാന സ്രോതസ്സാണ്. അത് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? കൊടുക്കുമ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ പ്രായം 1-നും 2-നും ഇടക്കാന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഏകദേശം 300 തൊട്ട് 500 ml വരെ നിങ്ങൾക്ക് കൊടുക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷേ മുലപ്പാൽ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും വേണം നിർബന്ധമില്ല, കുറച്ച് കൊടുക്കാം. ഇനി 2 വയസ്സിനും 5 വയസ്സിനും ഇടക്കാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ പ്രായം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വേണ്ടത് 480 തൊട്ട് 600 ml വരെ ഒരു ദിവസം കൊടുക്കാം, നോ പ്രോബ്ലം. അപ്പൊ അത് മനസ്സിലായല്ലോ. അത് എങ്ങനെ കൊടുക്കാം, പഞ്ചസാര ഇടാവോ, അതൊക്കെ ഞാൻ അടുത്ത സ്ലൈഡുകളിൽ വിശദമാക്കി പറയാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 7 ടൈപ്പ് ഓഫ് ഫുഡ് മനസ്സിലായി. ഇനി എങ്ങനെ ഒരു സാമ്പിൾ ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ 7 ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ഫുഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷകം എന്ന് പറയുന്നത് ഒന്ന് അയൺ. ഈ 7 ടൈപ്പ് ഓഫ് ഫുഡ് നിങ്ങൾ കുട്ടിക്ക് കൊടുക്കുന്നതോടൊപ്പം അതിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾ നിർബന്ധമായി നോക്കണം. കാരണം 6 മാസം തൊട്ട് 3 വയസ്സ് വരെ കുഞ്ഞുങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമാണ് അയണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രക്തക്കുറവ്, തലച്ചോറിന്റെ ഡെവലപ്മെന്റ് പ്രോബ്ലംസ് ഒക്കെ. അപ്പം ഈ ഒരു ഫോട്ടോ നിങ്ങൾ എടുത്തു വെച്ചോളൂ, ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ. ഇത്രയും അയൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡ്സ് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അതിൽ 2 ടൈപ്പ് ഓഫ് അയൺ ഉണ്ട്. ഒന്ന് നോൺ വെജിറ്റേറിയൻ നിന്ന് കിട്ടുന്ന അയണും മറ്റൊന്ന് വെജിറ്റേറിയൻ ഫുഡിൽ നിന്ന് കിട്ടുന്ന അയണും. അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ്?
നോൺ വെജിറ്റേറിയനിൽ കിട്ടുന്ന ഹീം അയൺ ആണ്, അതായത് നോൺ വെജിറ്റേറിയൻ ഫുഡ്സിൽ നിന്ന് കിട്ടുന്ന അയൺ ആണ് ബെസ്റ്റ്. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അഥവാ നിങ്ങളുടെ കുട്ടിയുടെ അയൺ എടുക്കുന്നത് കുറവാണെന്നുണ്ടെങ്കിൽ അയൺ ഡ്രോപ്സ് അല്ലെങ്കിൽ അയൺ സിറപ്പ് ഡെയിലി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അയണിന്റെ ഡോസ് സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ പേഴ്സണലി മെസ്സേജ് അയക്കാം. അടുത്ത കാര്യമാണ് DHA. ഞാൻ 7 ഗ്രൂപ്പ് ഓഫ് ഫുഡ് പറഞ്ഞു. ആ 7 ഗ്രൂപ്പ് ഓഫ് ഫുഡിൽ DHA അടങ്ങിയിട്ടുള്ള ഫുഡ് ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. കാരണം നിങ്ങളുടെ തലച്ചോറിന് 2 കാര്യങ്ങൾക്ക് പ്രധാനമായും DHA ആവശ്യമാണ്. ഒന്ന്, കുട്ടിയുടെ തലച്ചോറിന്റെ വളർച്ച. രണ്ടാമത്തെ കാര്യം, കുട്ടിയുടെ കണ്ണിന്റെ വളർച്ച. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് തന്നെ DHA അടങ്ങിയിട്ടുള്ള ഫുഡ് നിങ്ങൾ നിർബന്ധമായും ഫുഡിൽ ഉൾപ്പെടുത്തണം. അത് ഏതൊക്കെയാന്നുള്ളത് ഇതാ ഞാൻ ഒരു എക്സാമ്പിൾ, അതിന്റെ സ്രോതസ്സുകൾ ഇപ്പൊ കാണിക്കുന്നുണ്ട്. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. കാണുന്നുണ്ടല്ലോ അല്ലെ? ഇതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് വെച്ചോളൂ. ഇതൊക്കെയാണ് അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ്. അപ്പം ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇത് നിങ്ങളെ ഫുഡിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഒരു കുട്ടിയുടെ ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കേണ്ട 7 ടൈപ്പ് ഓഫ് കാറ്റഗറി ഓഫ് ഫുഡ്സ്. അതിൽ തന്നെ അയണും DHAയും പ്രത്യേകം അടങ്ങിയിട്ടുള്ള ഫുഡ് നിങ്ങളുടെ ഡയറ്റിൽ ഉണ്ടാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മനസ്സിലായി. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി ഞാൻ ഇന്ത്യൻ അക്കാദമി ഓഫ് റെക്കമെൻഡ് ചെയ്ത ഒരു സാമ്പിൾ ഡയറ്റ് പ്ലാൻ പറഞ്ഞുതരാം. ഇതൊന്ന് ഫോട്ടോ എടുത്ത് വെച്ചോളൂ. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇതാണ് ഒരു സാമ്പിൾ ഡയറ്റ്. മോർണിംഗിൽ നമുക്ക് ഇഡലി കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ദോശ, അപ്പം, പൂരി. നോർത്ത് ഇന്ത്യൻ സൈഡ്സിലൊക്കെ പൂരി ആയതുകൊണ്ടാണ് പൂരി പറയുന്നത്. അതിന്റെ കൂടെ ഒരു വെജിറ്റബിൾ അല്ലെങ്കിൽ പൾസ് കറി, അതൊരു ഓക്കെ ആണല്ലോ. ഇനി ഈ കാര്യങ്ങൾ ഞാൻ പിന്നീട് വിശദമാക്കാം. ഇപ്പൊ അവിടെ തൽക്കാലം നിൽക്കട്ടെ. ഇനി പിന്നെ ഒരു 11 മണിയാവുമ്പോൾ നമുക്കൊരു ഫ്രൂട്ട്സ് കൊടുക്കാം. അപ്പൊ രണ്ടാമത്തെ കാറ്റഗറി പെടുന്ന ഫുഡായല്ലോ ഫ്രൂട്ട്സ്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ വെജിറ്റബിൾ വന്നു, ദോശ, അപ്പം എന്നൊക്കെ പറഞ്ഞ സീരിയൽസ് ആണ്. അപ്പൊ 2 കാറ്റഗറി ഓഫ് ഫുഡ് നമ്മൾ ഓൾറെഡി മോർണിംഗ് ഫുഡ് തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ കാറ്റഗറി ഓഫ് ഫുഡ് നമുക്ക് 11 മണിയാകുമ്പോൾ കൊടുക്കാം. ഏതാണ്? ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് സീസണലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സും കൊടുക്കാം. ഇനി ഡ്രൈ ഫ്രൂട്ട്സും ആ സമയത്ത് കൊടുക്കാം. അതിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ പാല് കൊടുക്കാം. കാരണം ഒരു ദിവസം 500 ml വരെ പാല് വലിയ കുട്ടികൾക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ കൂടെ വേണമെങ്കിൽ ഒരു പാല് കൊടുക്കാം. മനസ്സിലായല്ലോ? സീസണലായിട്ട്. അപ്പൊ ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ജ്യൂസ് ആക്കി കൊടുക്കരുത്. കഴിയുന്നതും ഫ്രൂട്ട്സ് അതുപോലെ തന്നെ വെട്ടി കൊടുക്കാം. പിന്നെ കുരു കളഞ്ഞിട്ട് വേണം കൊടുക്കാൻ. അതിന്റെ തൊലി കളയാൻ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അവർ സ്വന്തം തൊലി കളഞ്ഞ് കഴിക്കട്ടെ, അതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ഇനി ഉച്ചക്ക് എന്ത് കൊടുക്കാം? ഉച്ചക്ക് റൈസ് വിത്ത് സാമ്പാറാണ്. അത് സാമ്പാർ എപ്പോഴും അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ ഒരു വെജിറ്റബിൾ കറി. പക്ഷെ ഉച്ചക്ക് നമ്മൾ എന്തായാലും നോൺ വെജ് ആഡ് ചെയ്യാൻ മിക്ക ദിവസങ്ങളും ശ്രമിക്കണം. ഒരു മീറ്റ് അല്ലെങ്കിൽ ഫിഷ് ഉണ്ടാവാൻ ശ്രമിക്കണം. മുട്ട നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ഒന്ന് കൊടുത്താൽ അത്രയും നല്ലത്. മുട്ട കൊടുക്കാൻ ശ്രമിക്കണം. ഗ്രീൻ ലീഫി വെജിറ്റബിൾ. അപ്പം ഒരു ചോറ്, ഒരു കുഞ്ഞു കറി, വെജിറ്റബിളിന്റെ കറി, കൂടെ നോൺ വെജും ഒരു നമ്മുടെ എഗ്ഗും. ഈ 2 കാര്യങ്ങൾ ആഴ്ചയിൽ ഒരു 4-5 ദിവസം ഉണ്ടാവാൻ, 3-4 ദിവസം ഉണ്ടാവാൻ ശ്രമിക്കുക. അത് ബെസ്റ്റാണ്. കാരണം ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻ റിച്ച് ആണ് എഗ്ഗ്. അയൺ ആൻഡ് DHA നമുക്ക് ഇതിൽ കിട്ടും. അപ്പൊ നമുക്ക് അയൺ കിട്ടി, DHA കിട്ടി, പ്രോട്ടീൻ കിട്ടി, ചോറ്, കാർബോഹൈഡ്രേറ്റ്. അപ്പൊ എല്ലാ ഫുഡും കിട്ടി. പിന്നെ മുട്ടയുടെ മഞ്ഞ വരുന്നതുകൊണ്ട് ഫാറ്റും കിട്ടി. അപ്പൊ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഉച്ചക്ക് നമ്മൾ ഈ കൊടുക്കുന്നത്. അപ്പോൾ ഉച്ചക്ക് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം എല്ലാം കിട്ടുന്ന ഒരു ടൈമാണ് അത്. അതുപോലെ ഈ പറഞ്ഞ പോലെ കൊടുക്കാം. ഇനി നമുക്കത് കഴിഞ്ഞ് ഒരു 4 മണിയാവുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു സ്നാക്സ് വേണം. രണ്ടാമത്തെ സ്നാക്സ് 4 മണിക്കാണല്ലോ. അവിടെ ഉപ്പുമാവ് കൊടുക്കാം, അല്ലെങ്കിൽ ദോശ. പൊതുവെ ദോശ കുഞ്ഞുങ്ങൾ കഴിക്കാൻ പാടാണ്. നെക്സ്റ്റ് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ബ്രെഡും ബട്ടറും. കാരണം ഈ ബട്ടർ എന്ന് പറയുന്നത് കുട്ടികളുടെ തൂക്കം വെക്കാൻ വളരെ നല്ലതാണ്. ബ്രെഡിൽ കാർബോഹൈഡ്രേറ്റും ഉണ്ട്. മറ്റൊന്നാണ് ഇത് ഞാൻ IAP ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് അഡ്വൈസ് ചെയ്യുന്ന അവരുടെ ഗൈഡ് ലൈൻസിന് അഡാപ്റ്റ് ചെയ്ത ഡയറ്റ് ആട്ടോ. പിന്നെ മറ്റൊന്നാണ് ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പൊ ഈവനിങ്ങിൽ ഇതിൽ ഏതെങ്കിലും സ്നാക്സ് നിങ്ങൾക്ക് കൊടുക്കാം. അതോടൊപ്പം രാവിലെ പാല് കുടിക്കാത്ത കുട്ടികൾക്ക് ഈവനിങ് വേണമെങ്കിൽ പാല് കൊടുക്കാം.
പാല് ഇതിൽ ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് പൊടിച്ചിട്ടിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാലും പാല് കൊടുക്കാം. പിന്നെ പാല് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പഞ്ചസാര അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ഒരു കുഞ്ഞു ടീസ്പൂൺ പഞ്ചസാര അതിലിട്ട് കൊടുക്കാം, നോ പ്രോബ്ലം. പാല് കൊടുക്കുമ്പോൾ വെള്ളം ചേർക്കാതെ വേണം കൊടുക്കാൻ. ഇനി നമുക്ക് രാത്രി ചില വീടുകളിൽ ചപ്പാത്തിയാണ്, ചില വീടുകളിൽ റൈസാണ്. രണ്ടും അക്സെപ്റ്റബിൾ ആണ്, രണ്ടിലും കാർബോഹൈഡ്രേറ്റ് ആണ്. ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ കുട്ടി എത്ര കഴിക്കോ അത് നമുക്ക് ചൂസ് ചെയ്യാം. ഒന്നുകിൽ ചപ്പാത്തി എടുക്കാം, അല്ലാതെ റൈസ് എടുക്കാം. രാത്രി നമ്മൾ ഒരു കേട് അല്ലെങ്കിൽ പനീർ ആഡ് ചെയ്യാൻ നോക്കുക. എല്ലാ ദിവസം പോസിബിൾ ആയെന്ന് വരില്ല, പക്ഷെ പനീറിന്റെ ഗുണം ഹൈലി പ്രോട്ടീൻ റിച്ച് ആണ്. രണ്ടാമത്തെ കാര്യം, ഒരു കുഞ്ഞ് പനീറിന്റെ കലോറി ഭയങ്കര കൂടുതലായതുകൊണ്ട് അവർ തൂക്കം വെക്കാൻ സഹായിക്കും. പിന്നെ ഒരു വെജിറ്റബിൾ കറി, ഒരു വെജിറ്റബിൾ മിക്സും. അപ്പൊ രാത്രി ഭയങ്കര ടൈറ്റ് പാക്ഡ് ആക്കാതെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഫുഡ്, പക്ഷെ എല്ലാ പോഷകങ്ങളും വേണം. അപ്പം റൈസിന് റൈസായി കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ഉണ്ട്, വെജിറ്റബിൾസ് കിട്ടി, പിന്നെ ഒരു ഉപ്പേരി വെജിറ്റബിൾ മിക്സോ എന്തെങ്കിലും. ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ഫ്രൂട്ടും കൂടി നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഒരു കുഞ്ഞു കഷ്ണം അതിൻ്റെ കൂടെ കൊടുത്താൽ മതി. അത്രയും മനസ്സിലായല്ലോ. പിന്നെ കിടക്കാൻ നേരത്ത് ഒരു 100 ml മിൽക്ക്, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം, വെള്ളം ചേർക്കാതെ. അപ്പം മിൽക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം വേണമെന്നില്ല, പക്ഷെ രാത്രി എപ്പോഴും ഒരു നേരം കൊടുക്കാം. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു നേരം 2 നേരം പാല് കൊടുക്കാൻ ശ്രമിക്കുക, അതിന് കൂടെ പഞ്ചസാര ഇടാൻ ശ്രമിക്കണം. അപ്പൊ ഇത്രയാണ് ബേസിക് ഒരു ഡയറ്റ് പ്ലാന്. ഇത്രയും മനസ്സിലായല്ലോ. ഇതിന്റെ കാതലായ ഭാഗം എവിടെ കിടക്കുന്നത്, ഏതാണ് 7 ടൈപ്പ് ഓഫ് കാറ്റഗറി ഓഫ് ഫുഡ് എന്ന് അറിയുന്നതാണ് കാതലായ ഭാഗം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കാം. ഒരു സാമ്പിളാണ് ഞാൻ കാണിച്ചത്. ഇനിയാണ് നിങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ചോദ്യം, ഡോക്ടറെ എൻ്റെ കുട്ടി തൂക്കം വെക്കുന്നില്ല, എന്ത് കൊടുക്കണം? അപ്പൊ ഇതേ ഡയറ്റിൽ തൂക്കം വെക്കാൻ ഞാൻ എങ്ങനെ മാറ്റം വരുത്താമെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞങ്ങളിവിടെ ഞങ്ങളുടെ ന്യൂട്രീഷണൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ അഡ്മിറ്റ് ആവുന്ന തൂക്കക്കുറവ് കാരണം അഡ്മിറ്റ് ആവുന്ന കുട്ടികൾക്ക് ഞങ്ങൾ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ്. വളരെ എഫക്റ്റീവ് ആണ്. ഞാൻ ഇൻസ്റ്റയിൽ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടതുള്ളത്. അപ്പം മോർണിംഗ് ഞാൻ വീണ്ടും പഴയ ഡയറ്റ് തന്നെ എടുക്കുകയാണ്. ഇനി നമുക്ക് തൂക്കക്കുറവുള്ള കുട്ടികൾക്ക് എങ്ങനെ മാറ്റം വരുത്താൻ നോക്കാം. മോർണിംഗ് ഞാൻ പറഞ്ഞു ദോശ, അപ്പം, ഇഡലിയൊക്കെ എടുക്കാന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ദോശ കൊടുക്കാൻ ശ്രമിക്കുക. ദോശ കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം? നിങ്ങളെ കുട്ടിക്ക് തൂക്കക്കുറവുണ്ടെങ്കിൽ ദോശയുടെ മാവില് മുട്ട ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അതിന്റെ കലോറി കൂടും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ കടല ഉണ്ടല്ലോ, ഗ്രൗണ്ട് നട്ട്, ഈ കടല ഒരു 100 ഗ്രാം വാങ്ങിച്ച് അത് വറുത്ത് പൊടിച്ചു വെക്കുക. ഇതുപോലെ പൊടിച്ചു വെക്കുക. എന്നിട്ട് ഈ കടലപ്പൊടി നമുക്ക് ദോശയുടെ മാവിൽ ചേർത്ത് കൊടുക്കാം. മനസ്സിലായല്ലോ? ഒന്നുകിൽ മുട്ട ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം ദോശ ഉണ്ടാക്കുന്ന കൂട്ടത്തില്. അതാണ് 2 മെത്തേഡ്. മൂന്നാമത്തെ വഴി, ദോശ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് അധികം വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അതിന് ബട്ടർ തേച്ചിട്ട് ദോശ ചുട്ടെടുക്കാം, ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഈ 3 കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലത്തെ ഫുഡിന്റെ കാലോറി കൂടും, കുട്ടിക്ക് തൂക്കം വെക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കൾച്ചറലി അക്സെപ്റ്റബിൾ ആണെങ്കിൽ പൂരി കൊടുക്കാം. കാരണം ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് അവരുടെ ഗൈഡ് ലൈനിൽ പറയുന്നുണ്ട്. കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മളിവിടെ കഴിക്കുന്ന സാധനമാണ്. അപ്പം പൂരി കൊടുക്കാം. പൂരി കൊടുക്കുമ്പോൾ അതിൽ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് അധികം കാലോറി കിട്ടുന്നുണ്ട്. അപ്പം മോർണിംഗിലെ ഫുഡിൽ തൂക്കക്കുറവുള്ള കുട്ടികൾക്ക് എങ്ങനെ തൂക്കം വെക്കാൻ നിങ്ങൾക്ക് പുതിയ മെത്തേഡ് ഉപയോഗിക്കാതെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് പയ്യെ ഉച്ചക്ക് 11 മണിക്ക് എന്ത് കൊടുക്കാൻ നോക്കാം. 11 മണിക്ക് ഫ്രൂട്ട്സ് കൊടുക്കാം. പക്ഷെ ഫ്രൂട്ട്സിന് പകരം നല്ല എനർജി ഡെൻസ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു 4-5 സ്നാക്സിന്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഇന്ത്യൻ ഗവൺമെന്റ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പബ്ലിഷ് ചെയ്ത ഡയറ്റ്സിന്റെ സാമ്പിൾസിലെ നമ്മുടെ കേരളത്തിലെ അമ്മമാർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു 6 ഡയറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആ 6 ഡയറ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓരോ ദിവസം ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുക. കാരണം ഹൈലി കലോറി റിച്ച് ആയിട്ടുള്ളതാണ്. അപ്പൊ 11 മണിക്ക് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? തൂക്കമുള്ള കുട്ടികൾക്ക് നമ്മൾ സാധാ ഫ്രൂട്ട്സ് കൊടുക്കാന്നുണ്ടെങ്കിൽ, തൂക്കക്കുറവുള്ള കുട്ടികൾക്ക് ഫ്രൂട്ട്സിന് പകരം ആ സമയത്ത് പാല് കൊടുക്കണം. പാല് കൊടുക്കുമ്പം 50 തൊട്ട് 100 ml പാല് കൊടുക്കുക. അതോടൊപ്പം
അതിലൊരു 1.5 ടീസ്പൂൺ വരെ ഷുഗർ നമുക്ക് ആഡ് ചെയ്യാം. ഇത് നിങ്ങൾ ഈ ഷുഗർ എന്നുള്ള കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം തൂക്കക്കുറവുള്ള കുട്ടികൾക്ക് F75 F100 എന്നൊക്കെ പറഞ്ഞിട്ട് മിൽക്ക് ഡ്രിങ്ക്സ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പീഡിയാട്രിക്സ് ബുക്സിൽ പറയുന്ന കാര്യമാണ്, ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസിൽ പറയുന്ന കാര്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ 1.5 ടീസ്പൂൺ ഒക്കെ ഷുഗർ കൊടുക്കാറുണ്ട്. ഇത് ആർക്കാണ് പറയുന്നത്? നല്ല രീതിയിൽ തൂക്കക്കുറവുള്ള കുട്ടികൾക്ക് മാത്രം കേട്ടോ, അല്ലാത്ത കുട്ടികൾക്ക് വളരെ കുറച്ച് ഷുഗറേ പാടുള്ളൂ. അതിന്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങളെ കുട്ടി വെളിച്ചെണ്ണ വെച്ചിട്ട് പാല് കുടിക്കുന്നില്ലെങ്കിൽ ഓക്കെ, വെളിച്ചെണ്ണ പോട്ടെ, വേണ്ട. പക്ഷെ ഈ വെളിച്ചെണ്ണയും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി പറയുന്നുണ്ട്. അപ്പം ഒരു 50 to 100 ml ഇതിൽ കുറച്ചധികം ഷുഗർ ഒഴിച്ച് അതിൽ 1/2 ടീസ്പൂൺ. മനസ്സിലായല്ലോ? ഈ ഫുഡിനെ നമ്മൾ F75 F100 എന്നൊക്കെയാണ് ഞങ്ങളെ മെഡിക്കൽ ഭാഷയിൽ അതിനെ വിളിക്കുക ഈ ഫീഡിങ്ങിനെ. അപ്പൊ ഒന്നാമത്തെ കാര്യം പാല്. ഇനി 11 മണിക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ മറ്റൊരു 6 റെസിപ്പീസ് ഞാൻ പറയാം. അതൊക്കെ ഹൈലി എനർജി ഡെൻസ് ആണ്, നിങ്ങളുടെ കുട്ടികൾ തൂക്കം വെക്കും. ഒന്നാമത്തെ കാര്യം സൂചി ഹൽവ. ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഉണ്ടാക്കേണ്ട മെത്തേഡും പറയുന്നുണ്ട്, എന്തൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. അതിന്റെ കലോറി നോക്കൂ. നിങ്ങളൊരു 200 ഗ്രാം ഉണ്ടായി കഴിഞ്ഞാൽ 408 കലോറിയാണ് കിട്ടുന്നത്. ആ 200 ഗ്രാം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പകുതിയുടെ പകുതി കുട്ടി കഴിച്ചാൽ തന്നെ കുട്ടിക്ക് ഏകദേശം ഒരു 100 കിലോ കലോറി ഒറ്റ സ്നാക്സ് കൊണ്ട് കിട്ടും. നിങ്ങളെ കുട്ടി നല്ല രീതിയിൽ തൂക്കം വെക്കും. അപ്പൊ ഒന്നാമത്തെ റെസിപ്പി സ്ക്രീൻഷോട്ട് എടുത്തല്ലോ. ഇനി രണ്ടാമത്തെ റെസിപ്പി റവ പായസം. റവ പായസം എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത്. അതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തോളൂ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. കണ്ടന്റ് എന്തൊക്കെയാന്ന് കൊടുത്തിട്ടുണ്ട്, അത് എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ 30 ഗ്രാം റവ എടുത്തു കഴിഞ്ഞാൽ 173 കിലോ കലോറി നിങ്ങൾക്ക് കിട്ടുന്നത്. ആലോചിച്ച് നോക്കൂ, 30 ഗ്രാം റവയിൽ 170 റവ കൊണ്ട് 173 കിലോ കലോറി ഉള്ള ഒരു ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ സാധനം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ആ ഒരു ദിവസത്തെ ഒരു മീലിൽ 170 കിലോ കലോറി കിട്ടി. ഇനി അടുത്തതാണ് ചിതുവ ലഡു. പലതും നോർത്ത് ഇന്ത്യൻ ഫുഡാട്ടോ, പക്ഷെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞതാണ്. മാത്രമല്ല നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം മാത്രം ഞാൻ സെലക്ട് ചെയ്തെടുത്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ചിടുവ എന്ന് പറഞ്ഞാൽ ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കിട്ടിയത് നമ്മുടെ സാധാ അവല് തന്നെയാണ്. അപ്പൊ അവല് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അവല്, കടല, ശർക്കര, വെള്ളം, ഈ 4 പ്രോഡക്റ്റ് മാത്രം മതി. ഇത് വെച്ച് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 150 ഗ്രാം അവല് കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ഫുഡിന്റെ കാലോറി 519 അപ്പൊ ഈ ഒരു സാധനം ഉണ്ടാക്കി ഇതിന്റെ പകുതിയുടെ പകുതി നിങ്ങളെ കുട്ടി കഴിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് 150ഓളം കിലോ കലോറി ഒറ്റ ഡയറ്റ് കൊണ്ട് കിട്ടും. തൂക്കം വളരെ പെട്ടെന്ന് വെക്കും. അടുത്തത് രാവിലെ 11 മണിക്ക് കൊടുക്കാൻ പറ്റിയ അടുത്ത ഡയറ്റാണ് പാർബോയിൽഡ് റൈസ് ലുത്തൂരി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ ഈ പാർബോയിൽഡ് റൈസ് അരി തന്നെയാണ്. ഇനി അത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. 244 കലോറിയാണ് ഒരു 100 ഗ്രാം അരിന്ന് ആ ഒരു ഇതിന്ന് കിട്ടുന്നത്. ഇനി അടുത്തത് റൈസ് ഫ്ലേക്ക് പൗഡർ ലത്തൂരി. ഈ റൈസ് ഫ്ലേക്ക് എന്ന് പറഞ്ഞാലും നമ്മുടെ എന്താ പറയാ ഈ അവല് തന്നെയാണ്. അപ്പം അവലുകൊണ്ടുള്ള അടുത്ത പ്രോഡക്റ്റ് ആണ് റൈസ് ഫ്ലേക്ക് പൗഡർ ലുത്തൂരി. ഇതിന്റെ പേരുകളൊന്നും ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് നോക്കണ്ട, അതൊക്കെ നോർത്ത് ഇന്ത്യൻ പേരുകളായതുകൊണ്ട് എനിക്ക് വലിയ പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അടുത്ത ഡയറ്റ് ലാസ്റ്റ് അവസാനത്തത് ബനാന ക്യാരറ്റ് ഹൽവ. ഇത് കുറച്ച് ടേസ്റ്റിയാണ്, നമ്മളിവിടെ കഴിച്ചിട്ടുള്ള സാധനമാണ്, നല്ല ടേസ്റ്റിയാണ്. അത് നോക്കൂ, 131 കിലോ കലോറി വെറും 75 ഗ്രാം റോ ബനാനയിൽ നിന്ന് കിട്ടും. ഇത് പച്ച പഴമാണ് അവർ പറയുന്നത്. നമുക്ക് പഴുത്ത പഴം ആയാലും കുഴപ്പമൊന്നുമില്ല, ആ യെല്ലോ കളറുള്ള നമ്മളെ നേന്ത്രപ്പഴം ആയാലും കുഴപ്പമില്ല, അത് തന്നെയാണ് നല്ലത്. കുട്ടികൾ അതേ കഴിക്കത്തുള്ളൂ. ഇവര് ഈ റോ എന്ന് പറഞ്ഞ് നിങ്ങൾ കാര്യം വെക്കണ്ട. അപ്പം ഇതിൽ വേണ്ടത് ക്യാരറ്റ്, ഷുഗർ, വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ്, വാട്ടർ, ഇത്രയും കാര്യങ്ങൾ. ഇതൊക്കെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഞാനപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 6 റെസിപ്പി പറഞ്ഞു തന്നു. ഈ 6 റെസിപ്പിയുടെയും പ്രത്യേകത വളരെ കലറി കൂടുതലാണ്. നിങ്ങളെ കുട്ടി ചടയച്ചിട്ട് തൂക്കം വെക്കും. കാരണം നോക്കൂ, ഓരോ കുഞ്ഞു കാര്യത്തിന് 130, 200, 500 കിലോ കലോറിയാണ് കിട്ടുന്നത് കുട്ടിക്ക്. അപ്പം തൂക്കം നല്ല രീതിയിൽ കുറവുള്ള കുട്ടികൾക്ക് ഈ 6 എണ്ണം 11 മണിക്ക് ഓരോ ദിവസം വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ഇനി നമ്മൾ ഉച്ചക്കുള്ള ഫുഡിലോട്ട് പോവാണ്. തൂക്കക്കുറവുള്ള കുട്ടിക്ക് ഉച്ചക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, റൈസിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക.
ഒന്നാമത്തെ കാര്യം. നമ്മുടെ മീല് സെയിം മീൽ തന്നെയാണ് കേട്ടോ, സെയിം മീൽ തന്നെയാണ്. റൈസിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. രണ്ടാമത്തത്, മുട്ട കൊടുക്കുന്ന സമയത്ത് ഓംലെറ്റ് ആക്കി കൊടുക്കാൻ ശ്രമിക്കുക. എന്താണ് ഓംലെറ്റിന്റെ ഗുണം? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഓംലെറ്റിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണ തൂക്കം കൂടാൻ സഹായിക്കുന്ന സാധനമാണ്. രണ്ട്, ഓംലെറ്റ് ആകുമ്പോൾ കുട്ടികൾ കഴിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഓംലെറ്റ് ആയി കൊടുക്കുക. ഇനി വെജിറ്റബിൾസ് ഉണ്ടാക്കുന്ന സമയത്ത് മുളപ്പിച്ച കടല, മുളപ്പിച്ച പയറൊക്കെ ആ വെജിറ്റബിൾസിൽ ആഡ് ചെയ്യുക. പ്രോട്ടീന്റെ കണ്ടന്റ് കൂടുതലാണ്, കാലറി കൂടുതലാണ്. അപ്പം ഉച്ചക്ക് വലിയ കാര്യമായ മാറ്റമില്ല, കുറച്ച് മാറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൂക്കം വെക്കാൻ സഹായിക്കും. ഇനി വൈകുന്നേരങ്ങളിലാണ് അടുത്ത നമ്മുടെ മെയിൻ കലോറി റിച്ച് ആയിട്ടുള്ള നമുക്ക് തൂക്കം വെക്കാൻ സഹായിക്കുന്ന കാര്യം വരുന്നത്. വൈകുന്നേരം വീണ്ടും ഒരു പാല് കൊടുക്കുക, നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിൽ. വൈകുന്നേരം എന്താണ് ആദ്യം വേണ്ടത്? ഒരു പാല് മസ്റ്റാണ്. പാലിൽ പഞ്ചസാര ഉണ്ടായിരിക്കണം. 1.5 ടീസ്പൂൺ വരെ കൊടുക്കാം. നിങ്ങൾ 100 ml ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഡ്രൈ ഫ്രൂട്ട്സും കൂടി എടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഒരു 25 ഗ്രാം ഗ്രൗണ്ട് നട്ട്, കടല അല്ലെങ്കിൽ ആൽമണ്ട് അല്ലെങ്കിൽ കാഷ്യൂ നട്ടിൽ നോക്കൂ, ഇത്രയും കാലോറിയാണ് ഉള്ളത്. അപ്പം നിങ്ങളെ കുട്ടിക്ക് പെട്ടെന്ന് തൂക്കം വെക്കാൻ അല്ലെങ്കിൽ തൂക്കം നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ് അവരുടെ പാലിൽ ചേർക്കുക അല്ലെങ്കിൽ അത് തനിയെ പൊടിച്ചിട്ട് കഴിക്കാൻ കൊടുക്കുക എന്നുള്ളത്. കാരണം ഒരു 25 ഗ്രാമിലാണ് ഇത്രയും കാലോറി ഉള്ളത്. ഒരു വലിയൊരു ഫുഡ് നിങ്ങളെ കുട്ടി കഴിക്കില്ല. അപ്പൊ ഈ സാധനങ്ങൾ നിങ്ങൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കലോറി കിട്ടുമെന്നുണ്ടെങ്കിൽ തൂക്കം വെക്കാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പം വൈകുന്നേരങ്ങളിൽ എന്താണ് ഫസ്റ്റ്, ഒരു പാലിൽ പഞ്ചസാര കൂടെ ഡ്രൈ ഫ്രൂട്ട്സ്, കാഷ്യൂ നട്ടോ എന്തെങ്കിലും പൊടിച്ചിട്ട് കൊടുക്കുക. അതിന്റെ കൂടെ ഈവനിങ് ഒരു സ്നാക്ക് വേണം, നിർബന്ധമാണ്. സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാം? ഞാൻ ആദ്യം പറഞ്ഞ 6 നോർത്ത് ഇന്ത്യൻ റെസിപ്പി അല്ലെങ്കിൽ കേരളക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഏതെങ്കിലും ഈവനിങ്ങിന് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈവനിങ്ങിന് വേണ്ടി മാത്രം ഞാൻ സെലക്ട് ചെയ്ത 1-2 സാധനങ്ങളുണ്ട്. ഒന്ന്, രാഗി ലഡു വളരെ നല്ലതാണ്. അത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് കാണിക്കുന്നുണ്ട്, അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. കണ്ടല്ലോ, ഒന്നുമില്ല, നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമാണ് ഈ രാഗി ലഡുവിലുള്ളത്. പക്ഷേ അതിന്റെ കാലോറി ഭയങ്കര കൂടുതലാണ്. രണ്ടാമത്തെ, രാഗി ഹൽവ. അത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നിങ്ങളെ വീഡിയോയുടെ ക്ലാരിറ്റി ഒന്ന് കൂട്ടിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഇനി ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്താൽ ഞാൻ അയച്ചു തരാം. എടുത്തല്ലോ. അടുത്ത ഒന്നാണ് ഉപ്പുമാവ്. ഉപ്പുമാവിൽ കുറച്ച് നെയ്യും കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പുമ ഹൈലി കലോറി ഉള്ള, തൂക്കം വെക്കാൻ വളരെ എളുപ്പമുള്ള ഒരു സാധനമാണ്. ഞാൻ ഈ പഞ്ചസാര എന്ന് റിപ്പീറ്റ് ആയി പറയുമ്പോൾ നിങ്ങൾക്കൊരു തോന്നാം, ഡോക്ടർമാരെന്നെ പറയുന്നു പഞ്ചസാര കൊടുക്കാൻ പാടില്ല. പക്ഷെ നിങ്ങൾ എല്ലാത്തിലും പറയുന്നു ഈ പഞ്ചസാര തൂക്കക്കുറവുള്ള കുട്ടികൾക്ക് തൂക്കം വെക്കാനുള്ള ഡയറ്റിന്റെ ഭാഗമായി ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സും നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ഗൈഡ് ലൈൻസിലും പറയുന്ന കാര്യമാണ്. ഞങ്ങൾ ഇവിടെ കുട്ടികൾക്ക് ഞങ്ങളുടെ ന്യൂട്രീഷണൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ അവർക്ക് കൊടുക്കുന്ന ഡയറ്റിലെല്ലാം ഇത് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട്. കാരണം തൂക്കം വെക്കാൻ ഇപ്പൊ കലോറിയുടെ ആവശ്യമാണ്, അതുകൊണ്ട് പഞ്ചസാര അലൗഡ് ആണ്. അപ്പൊ ഈവനിങ് എന്തൊക്കെ വേണം? ഒരു പാല് വേണം, പാലിന്റെ കൂടെ ഇത്രയും കാര്യങ്ങൾ വേണം. പാലിന്റെ കൂടെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു, പാലിന്റെ കൂടെ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പാടില്ല. പക്ഷെ ഇതൊന്നും അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് അല്ല, ഇത് കലോറി റിച്ച് ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പാലിന്റെ കൂടെ കൊടുക്കുന്നത്. ഓക്കെ, ഏതൊക്കെയുണ്ട്? രാഗി ഹൽവ, രാഗി ലഡു, ഉപ്പുമാവ്. അതോടൊപ്പം പാലിന്റെ കൂടെ കൊടുക്കാൻ പറ്റിയ ഒന്നാണ് ബ്രെഡ് ബട്ടർ അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റ്, നെയ്യിൽ ടോസ്റ്റ് ചെയ്തത്. അപ്പൊ 5 ഐറ്റം ഈവനിങ്ങിന് വേണ്ടി കിട്ടിയല്ലോ. അത് തിങ്കൾ, ചൊവ്വ, ബുധൻ മാറി നിങ്ങൾക്ക് കൊടുക്കാമല്ലോ. ഇനി മോർണിംഗ് പറഞ്ഞ ആ സ്നാക്സ് ഒന്നും വേണമെങ്കിൽ ഈവനിങ് എടുക്കാം. ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്തത്, അപ്പൊ ഓർക്കുക, നിങ്ങളെ കുട്ടികൾക്ക് തൂക്കം വെക്കാൻ ഏറ്റവും സഹായകരമായ 2 സമയം എന്ന് പറഞ്ഞത് 11 മണിക്കുള്ള സ്നാക്സും ഈവനിങ്ങുള്ള സ്നാക്സും ആണ്. അപ്പൊ ആ 2 സ്നാക്സ് നിങ്ങൾ വളരെ മനോഹരമായി യൂട്ടിലൈസ് ചെയ്യുക. അതോടൊപ്പം രാവിലത്തെയും ഉച്ചക്കത്തെയും ഫുഡിൽ ഞാൻ പറഞ്ഞ മാറ്റങ്ങളും വരുത്തുക. ഇനി അടുത്തത് നൈറ്റിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? ചോറിന്റെ ഒപ്പം ദോശ കൊടുക്കാൻ നിങ്ങൾ നോക്കുക. കാരണം ദോശയിൽ കുറച്ച് വെളിച്ചെണ്ണ, നെയ്യൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ വേണമെങ്കിൽ ഒരു ഗീയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചോറാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി നെയ്യ് അതിൽ ആഡ് ചെയ്യാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം
പനീർ കലോറി വെക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഞങ്ങളിവിടെ പനീർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. നല്ല മാറ്റമാണ് കുട്ടികൾക്ക് കാണുന്നത്. കാരണം പനീർ കുറച്ച് പ്രൈസാണ്, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പനീർ ബെസ്റ്റാണ്. കാരണം അതിൽ ഒരു കുഞ്ഞു സാധനത്തിന് വളരെ കലോറി ഉണ്ട്. മറ്റൊന്ന്, രാത്രിയും കൂടെ വേണമെങ്കിൽ നമുക്ക് മുട്ട ആഡ് ചെയ്യാൻ തൂക്കം കുറവുള്ള കുട്ടികൾക്ക് ഓംലെറ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മുട്ട പൂർണ്ണമായിട്ട് പുഴുങ്ങിയും കൊടുക്കാം. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇനി രാത്രി കുട്ടികൾ ചോറ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ തൂക്കക്കുറവുള്ള കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ് കിച്ചടി. ഞങ്ങൾ കിച്ചടി എന്നാ പറയാ, കിച്ചടി എന്നാണ് ഇവർ എഴുതുക. ഞങ്ങൾ കിച്ചടി എന്നാണ് പറയാറുള്ളത്. കിച്ചടി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ കഞ്ഞിയുടെ ഒരു വെറൈറ്റി ഫോമാണ്. ചോറെടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം, ക്യാരറ്റ് ഇത്രയും സാധനങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഞ്ഞിയുടെ ഒരു വെറൈറ്റി ഫോം. നമ്മുടെ കഞ്ഞിയിൽ വെറും വെള്ളം മാത്രമേ ഉള്ളൂ. ഇവരുടെ ആ കഞ്ഞിയിൽ ഇവർ ഇതിടും, എന്താ പറയുക, ക്യാരറ്റ് ഇടും, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും, അതിൽ ചീര ഇടും, മറ്റു വെജിറ്റബിൾസ് ആഡ് ചെയ്യും, ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളർ ഉണ്ടാവും. അത് കുട്ടികൾക്ക് ഒരു ഒരു സെമി സോളിഡ് ഫോമിൽ കൊടുക്കും. ചോറ് കഴിക്കാത്ത കുട്ടികൾക്ക് അത് നല്ലതാണ്, നല്ല തൂക്കം വെക്കും. ഇനി രാത്രി കിടക്കാൻ നേരത്ത് ഒരു പാല്. അപ്പം തൂക്കക്കുറവുള്ള കുട്ടികൾക്ക് 3 നേരം പാൽ കൊടുക്കൽ നിർബന്ധമാണ്. ആ 3 നേരത്തിലും ഷുഗർ ആഡ് ചെയ്യണം. ആ 3 നേരത്തിലും പറ്റുന്നുണ്ടെങ്കിൽ കടല അല്ലെങ്കിൽ കാഷ്യൂനട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ എന്താ പറയാ ഈ വാൾനട്ട്, അത്തരം കാര്യങ്ങൾ ആഡ് ചെയ്യുക. നല്ല രീതിയിൽ തൂക്കം വെക്കും. അപ്പൊ ഇത്രയാണ് തൂക്കം വെക്കാനുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ഡയറ്റ്. ഇനി നിങ്ങളെ കുട്ടി ഭയങ്കര ഈ മെനു ഫോളോ ചെയ്തിട്ടും നിങ്ങളെ തൂക്കം വെക്കുന്നില്ല, അതെങ്ങനെ അറിയാൻ തൂക്കം വെക്കുന്നുണ്ടോന്ന്? വീക്കിലി മോണിറ്ററിങ് ആവശ്യമാണ്. തൂക്കം നോക്കുക, ഓരോ ആഴ്ചയിലും എഴുതി വെക്കുക. എന്ത് സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ഇതിൽ കമൻ്റായി ചോദിക്കാം. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കമൻറ്റിൽ പറയാം, എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ അടുത്ത വീഡിയോയിൽ എന്ത് മാറ്റം വരുത്തണം എന്നുള്ളത്. അപ്പം അടുത്ത കാര്യമാണ്, ഇത്രയും ഡയറ്റൊക്കെ നമ്മൾ കൊടുത്തു പോരാ, കൂടെ നല്ല രീതിയിൽ വെയിറ്റ് തൂക്കക്കുറവുള്ള കുട്ടികൾക്ക് 2 ആഴ്ച കൂടുമ്പോൾ തൂക്കം നോക്കി മാറ്റങ്ങൾ വരുത്തണോ വേണ്ടെന്നുള്ളത് നമുക്ക് നോക്കണം. മൂന്നാമത്തെ കാര്യം, ഇത്രയും ഫുഡ് 1 മാസം 2 മാസം 3 മാസം നോക്കിയിട്ടും തൂക്കം വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ട് മറ്റു വല്ല കാരണം ഉണ്ടോ എന്ന് പരിശോധിച്ച് കണ്ടെത്തണം. അപ്പം മനസ്സിലായല്ലോ ഒരു കുട്ടിക്ക് എങ്ങനെ ഡയറ്റ് കൊടുക്കാം, എങ്ങനെ തൂക്കക്കുറവുള്ള കുട്ടികൾ നല്ല ഡയറ്റ് ഉണ്ടാക്കാം എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിക്കാം. നിങ്ങളുടെ ഏത് സംശയത്തിനും എൻ്റെ സമയ സൗകര്യം അനുസരിച്ച് ഞാൻ ലേറ്റ് ആണെങ്കിലും മറുപടി തന്നിരിക്കും, അത് ഉറപ്പാണ്. അപ്പം എന്തുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ കമൻ്റായി ചോദിക്കാം.